സ്വർണ്ണവില 1 ലക്ഷം രൂപ കടന്നിട്ടും സ്വർണ്ണം വാങ്ങുന്നതിൽ നിന്ന് പിന്നോട്ട് പോവാതെ ഇന്ത്യക്കാർ. സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നവരിൽ മാറ്റം വന്നു. വിലയിലെ ചാഞ്ചാട്ടം ആളുകളെ പിന്നോട്ടടുപ്പിക്കുകയാണ്. സ്വർണത്തിന് ഇന്ത്യയിൽ നിക്ഷേപ ആവശ്യകതയ്ക്കൊപ്പം തന്നെ സാംസ്കാരിക പ്രാധാന്യവും ഏറെയുണ്ട്. അതിനാൽ തന്നെ ഇന്ത്യക്കാർ സ്വർണ്ണവില 1 ലക്ഷം രൂപ കടന്നിട്ടും സ്വർണം വാങ്ങുന്നതിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല. എന്നാൽ ഇപ്പോൾ ചെറിയൊരു മാറ്റം അതിൽ സംഭവിച്ചിട്ടുണ്ട്. സ്വർണം വാങ്ങുന്നതിൻ്റെ രീതി മാറിയിട്ടുണ്ട്. മുൻകാലങ്ങളിൽ എല്ലാ ഉത്സവ സീസണുകളിലും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിയിരുന്നവർ ഇപ്പോൾ സ്വർണ്ണ നാണയങ്ങളിലേക്ക് തിരിഞ്ഞതായുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. ആഭരണങ്ങൾക്ക് സ്വർണത്തിന്റെ വിലയ്ക്ക് പുറമെ പണിക്കൂലി കൊടുക്കേണ്ടി വരും എന്നതിനാലാണ് ഈ ഒരു മാറ്റം. മുൻകാലങ്ങളിൽ ആഭരണം വാങ്ങിയിരുന്നവരെല്ലാം ഇപ്പോൾ നാണയത്തിലേക്ക് മാറിയതോടെ ആഭരണ വിപണി തിരിച്ചടിയും നേരിടുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ വിപണികളിലൊന്നായ ഇന്ത്യയിൽ ഈ ലോഹത്തിന് ആഴത്തിലുള്ള സാംസ്കാരിക സാമ്പത്തികവുമായ പ്രാധാന്യത്തെ വിശാലമായി തന്നെ പ്രതിഫലിക്കുന്നുണ്ട്. 46 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ വാർഷിക നേട്ടത്തിലേക്ക് വിലകൾ നീങ്ങുന്ന സാഹചര്യത്തിലും ഉപഭോക്താക്കൾ ആഭരണങ്ങളിൽ നിന്ന് ചെറിയ നാണയങ്ങളിലേക്കും ബാറുകളിലേക്കും കൂടുതൽ തിരിയുന്നുണ്ട്. സുരക്ഷിത നിക്ഷേപങ്ങൾക്കായുള്ള ശക്തമായ ഡിമാൻഡ്, US പലിശ നിരക്ക് കുറയ്ക്കൽ, ഡോളർ ദുർബലമായത് എന്നിവ ആഗോളതലത്തിൽ തന്നെ സ്വർണ്ണവില ഈ വർഷം ഇതുവരെ 67% വർധനയിലേക്ക് എത്താൻ ഡിസംബർ 26-ന് ട്രോയ് ഔൺസിന് $4549.7 എന്ന റെക്കോർഡ് ഉയരത്തിലും എത്തിയിരുന്നു. ഇന്ത്യൻ ആഭ്യന്തര സ്വർണ്ണവില 2025-ൽ 77% വർദ്ധിച്ചത്. നിഫ്റ്റി 50 സൂചികയുടെ 9.7% നേട്ടത്തെയും മറികടന്നു. ഡോളറിനെതിരെ രൂപയുടെ 5% ഇടിവും ഇതിന് സഹായകമായി. ഈ പ്രവണത മൊത്തത്തിലുള്ള ഡിമാൻഡിൽ ഇടിവ് കുറയ്ക്കുന്നുണ്ടെന്നും 2026 വരെ ഇത് തുടരുമെന്നും വിശകലന വിദഗ്ധർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം ക്രമീകരണം അർത്ഥമാക്കുന്നത് ആഭരണങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിക്കുന്നതിനു പകരം കുറച്ച് സ്വർണം വാങ്ങുക എന്നതാണ്. ഗാർഹിക ബജറ്റ് വിലക്കയറ്റത്തിനനുസരിച്ച് നീങ്ങുന്നില്ലെന്നും ഇത് ഭാരം കുറഞ്ഞ ഡിസൈനുകളിലേക്ക് മാറാൻ പ്രേരിപ്പിച്ചുവെന്നും ഉപയോക്താക്കൾ പറയുന്നു. ഒരു സ്വർണ്ണമാലയുടെ ഭാരം 6-7 ഗ്രാമോളം കുറച്ചാൽ 1 ലക്ഷം രൂപയിൽ കൂടുതൽ ലാഭിക്കാൻ കഴിഞ്ഞേക്കും. അതുമാത്രമല്ല, ഇപ്പോൾ ജ്വല്ലറികളിൽ സ്വർണം വാങ്ങുന്നതിലും സ്വർണം വിൽക്കാനായിരുന്നു ഈ കഴിഞ്ഞയാഴ്ച തിരക്ക്. എന്നാൽ ഇപ്പോൾ അതിൽ നിന്നും മാറ്റം സംഭവിച്ചിരിക്കുന്നു. വിലയിലുണ്ടാകുന്ന ചാഞ്ചാട്ടം ആളുകളിൽ ജ്വല്ലറികളിലേക്ക് എത്താൻ വൈകിപ്പിക്കുകയാണ്. സ്വർണം വിൽക്കാനും സ്വർണം വാങ്ങാനും കൃത്യമായ സമയം, അതാണ് മലയാളികൾ കാത്തിരിക്കുന്നത്. ബിസിനസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.